നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2026 തൊഴിലില്ലായ്മയും പരീക്ഷാ ക്രമക്കേടുകളും ചർച്ചയായിരുന്ന സമയത്ത് ഒരു കേസിന്റെ വാദം കേൾക്കുന്നതിനിടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പാറ്റകളെ പോലെ പെരുകുന്നുവെന്ന് പരാമർശം നടത്തിയെന്ന് പറഞ്ഞാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. പ്രസ്തുത പരാമർശം വ്യാപക വിമർശനത്തിന് ഇടയായതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് വിശദീകരണം നൽകി. മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ തെറ്റായി അവതരിപ്പിച്ചുവെന്നും തൊഴിലില്ലാത്ത യുവാക്കളെയല്ല താൻ ഉദ്ദേശിച്ചതെന്നും വ്യാജ ബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവേശിച്ച് സംവിധാനത്തെ ആക്രമിക്കുന്നവരെയാണ് വിമർശിച്ചത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തോടുള്ള പ്രതിഷേധത്തിന്റെ പ്രതീകമായി ആ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് CJP എന്ന വിദ്യാർത്ഥി യുവജന പ്രതിഷേധ പ്രസ്ഥാനം രൂപം കൊള്ളുകയായിരുന്നു. ഇത് ആദ്യം ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, മറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ആരംഭിച്ച ഒരു പരിഹാസപരവും യുവജന കേന്ദ്രീകൃതവുമായ സാമൂഹിക പ്രസ്ഥാനമായിരുന്നു അത്. അമേരിക്കയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന അഭിജിത്ത് ദീപ്കെ എന്ന യുവാവായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോടിക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ പിന്തുണച്ചു. നീറ്റ് പരീക്ഷയിൽ ഉണ്ടായ ക്രമക്കേടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് കോക്രോച്ചുകൾ തെരുവുകളിലേക്ക് ഇറങ്ങിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആദ്യ സംഭവം ജാർഖണ്ഡിലെ ഹസാരിബാദിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലാണ് നടന്നത്. ഔദ്യോഗിക അന്വേഷണങ്ങൾ പ്രകാരം ചോദ്യപേപ്പർ ബാങ്കിൽ നിന്ന് സ്ട്രോങ് റൂമിൽ എത്തുന്നതുവരെ സുരക്ഷിതമായിരുന്നു. പിന്നീട് പ്രാദേശിക തലത്തിൽ സ്ട്രോങ് റൂമിൽ അനധികൃത പ്രവേശനം ലഭിച്ചതിലൂടെയാണ് ചോർച്ച നടന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. രണ്ടാമത്തെ സംഭവം പ്രാദേശിക ഭാഷാ വിവർത്തനവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു. അതിനാൽ ഇത് നേരിട്ട് കേന്ദ്രതലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയ സംവിധാനത്തിലെ സാങ്കേതിക വീഴ്ചയല്ല, മറിച്ച് പ്രാദേശിക തലത്തിലുള്ള സുരക്ഷാ വീഴ്ചയും വ്യക്തികളുടെ ക്രിമിനൽ പ്രവർത്തനവുമാണ് എന്ന വാദമാണ് കേന്ദ്രം ആദ്യം മുന്നോട്ട് വെച്ചത്. സംഭവം പുറത്തു വന്ന ഉടൻ കുറ്റക്കാർക്കെതിരെ അന്വേഷണം ആരംഭിക്കുകയും പരീക്ഷാ സുരക്ഷ മെച്ചപ്പെടുത്താൻ വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി കൂടുതൽ കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനത്തിലേക്ക് മാറാനുള്ള നടപടികൾ പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളമുള്ള പരീക്ഷാ സംവിധാനത്തിൽ സംസ്ഥാന ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി തലങ്ങളിലുള്ളതിനാൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരുടെയും ഉത്തരവാദിത്തം നിർണായകമാണ് എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നു. നീറ്റ്, നെറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച പുതുമയുള്ള വിഷയമല്ല എങ്കിലും ചോർച്ച നടന്നത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ പ്രതിഷേധം ഉണ്ടാകേണ്ടത് തന്നെയാണ്. മെയ് 3-നാണ് രാജ്യത്തുടനീളം നീറ്റ് പരീക്ഷ നടന്നത്. പരീക്ഷ കഴിഞ്ഞ് 4-ാം ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് ക്രമക്കേടുകളും സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 8-ന് കേസ് ബന്ധപ്പെട്ട സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനും കൈമാറുകയും അതോടെ ക്രിമിനൽ അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ പുരോഗതിയും ലഭ്യമായ തെളിവുകളും പരിഗണിച്ചാണ് മെയ് 12-ന് പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് കൈമാറുകയും ചെയ്തു. തുടർന്ന് മെയ് 15-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും വീണ്ടും നീറ്റ് പരീക്ഷ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഭാവിയിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ ആവർത്തിക്കാതിരിക്കാൻ രാജ്യവ്യാപകമായി മൾട്ടി എൻക്രിപ്റ്റഡ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ സംവിധാനം ഘട്ടഘട്ടമായി നടപ്പാക്കുമെന്നും പറഞ്ഞു. പരീക്ഷാ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന പരിഷ്കാരമായാണ് ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെട്ടത്. അതിൽ പ്രകാരം ജൂൺ 21-ന് നീറ്റ് പരീക്ഷ വിജയകരമായി നടന്നു. ജൂലൈ 16-ന് ഫലവും പ്രസിദ്ധീകരിച്ചതോടെ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് നടപടികളിലേക്ക് കടന്നു. ഇതിനിടെ CBI നടത്തിയ അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന 13 പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തതായും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. ഇത്രയും സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ച നടന്നതായി സർക്കാർ നിഷേധിച്ചിട്ടില്ല എന്നും, മറിച്ച് ആരോപണങ്ങൾ ഗൗരവമായി കണ്ട് അന്വേഷണം ആരംഭിക്കുകയും പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തുകയും കൂടാതെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളും പരീക്ഷാ സംവിധാനത്തിൽ ദീർഘകാല സുരക്ഷാ പരിഷ്കാരങ്ങളും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം. എന്നാൽ വർഷങ്ങൾ ഭരിച്ചിട്ടും തുടർച്ചയായി ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ടും മുൻകാലങ്ങളിലെ നിരുത്തരവാദപരമായ നിലപാടുകളാണ് ഇത്തവണ അതിഗുരുതരമായ ചോർച്ചയിലേക്ക് നയിച്ചത് എന്ന് മറക്കരുത്. സമരം ജനാധിപത്യ അവകാശമാണ് എങ്കിലും ആ സമരത്തിന് ഇറങ്ങുന്നവരും അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്ന നിയമപാലകരും ഉത്തരവാദിത്വപൂർണ്ണമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രതിഷേധങ്ങളിൽ നുഴഞ്ഞു കയറുന്നവരെ കുറിച്ച് സംഘാടകർ ജാഗ്രത പുലർത്തേണ്ടതും
തങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണുമ്പോൾ പ്രതിഷേധക്കാരെ തിരുത്തേണ്ടതും വേണ്ടി വന്നാൽ തൽക്കാലത്തേക്ക് സമരത്തിന്റെ രൂപം മാറ്റേണ്ടതും പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സമരത്തെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമപാലകർ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നതും ശരിയല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപാലകരുടെ സംയമനവും ഭരണകൂടത്തിന്റെ സത്വര നടപടികളും പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതെ പോകാൻ സഹായിക്കും. സമാധാനപരമായ പ്രതിഷേധവും അക്രമപരമായ നടപടികളും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. ആക്രമണം, കല്ലേറ്, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിയമപരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പോലീസിന്റെ ബലപ്രയോഗം അതിരുകടക്കുമ്പോൾ അത്തരം ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുകയും വേണ്ടതാണ്. ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള ഏറ്റവും വലിയ ദേശീയ പരീക്ഷയായ നീറ്റ് പരീക്ഷയ്ക്കായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വർഷങ്ങളോളം കഠിനമായി പഠിച്ച് ഈ പരീക്ഷ എഴുതുന്നത്. അത്തരമൊരു പരീക്ഷയുടെ പേപ്പറുകൾ ചോർന്നുവെന്ന് ആരോപണങ്ങൾ, ക്രമക്കേടുകൾ, പരീക്ഷ റദ്ദാക്കൽ, വീണ്ടും പരീക്ഷ നടത്തൽ തുടങ്ങിയ പരിപാടികളെല്ലാം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ മത്സര പരീക്ഷകളിൽ പേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2024 നീറ്റ് UG പരീക്ഷയ്ക്കും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ചില കേന്ദ്രങ്ങളിൽ അസാധാരണമായ മാർക്കുകൾ, ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണങ്ങൾ, തുടർന്ന് അന്വേഷണം, ചില പരീക്ഷകൾ വീണ്ടും നടത്തൽ എന്നിവ രാജ്യവ്യാപക ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും സമാനമായ ആരോപണങ്ങൾ ഉയർന്നതോടെ യുവാക്കളുടെ ക്ഷമ നശിച്ചു. പലർക്കും ഇതൊരു പരീക്ഷയുടെ പ്രശ്നമല്ല, വിദ്യാഭ്യാസ സംവിധാനത്തിലെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് എന്ന് തോന്നിയതോടെയാണ് പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത്. ഈ പ്രതിഷേധത്തെക്കുറിച്ച് ജന്തർ മന്ദിർ സന്ദർശിച്ച ആൾ കൂടിയായ മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ ഷെക്കന ന്യൂസിന്റെ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. നിരപരാധികളായ വിദ്യാർത്ഥികളെയാണ് തല്ലിച്ചതച്ചത്. ഞാനൊക്കെ ദൃക്സാക്ഷിയാണ്. കാരണം ഞങ്ങള് ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. അടിയുന്ന 2 തവണയാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്, കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. രാജ്യം കണ്ട അത്യപൂർവമായ ചരിത്രപരമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹിയിലെ ജന്തർ മന്ദിറിലും പരിസരങ്ങളിലും നടക്കുന്നത്. ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ്. ഞാൻ ഈ സമരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയാണ്. ഇതിലൊക്കെ 1 ലക്ഷത്തോളം പേരാണ് അവിടെ വന്നത്. നമുക്കറിയാം, നിരോധനാജ്ഞ ഉണ്ടായിരുന്നു. 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ട്, അതായത് ഈ പ്രദേശത്ത് പോലും എത്താൻ പറ്റില്ല. ഒരു 5 കിലോമീറ്റർ റേഡിയസിൽ ആർക്കും എത്താൻ പറ്റില്ല, നടന്നു വരണം. അവിടെ പോലീസ് നിരോധനാജ്ഞ, ഇത് ടിയർ ഗ്യാസ്, ലാത്തി ചാർജ്, ഇതിനെല്ലാം മറികടന്നാണ് ഈ വിദ്യാർത്ഥികള്, നൂറുകണക്കിന് വിദ്യാർത്ഥികള് പാർലമെന്റിന്റെ തൊട്ട് മുന്നേ വന്ന് പ്രതിഷേധിച്ചത്, നേരെ ഗേറ്റിലെത്തി പ്രതിഷേധിച്ചത്. ഇത് എല്ലാ കണക്കുകൂട്ടലുകളും പഴിച്ചുപോയി. അവരടുത്ത് 5000-10000 പേര് കൂടുതൽ വരില്ല എന്നാണ് ധരിച്ചത്. അത് മുഴുവൻ ഈ വന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അവർക്ക് ഡൽഹി എന്നാന്നറിയത്തില്ല, സ്വന്തം നിലയിൽ വന്നവരാണ് ഭൂരിപക്ഷം വരും. തീരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ മുതല് സ്കൂൾ വിദ്യാർത്ഥികൾ മുതല് IIT-യിലും IIM-ലും പഠിക്കുന്നവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും അടക്കം, അവിടെ പ്രൊഫഷണലുകൾ അടക്കം നമുക്കറിയാം കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരുണ്ട് ഈ പിന്തുണ കൊടുക്കാൻ. ഞാനൊരു സ്ത്രീയായി ഇന്നലെ പരിചയപ്പെട്ടു. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും 1 വയസ്സുള്ള കുട്ടിയായിട്ട്. അപ്പൊ അവർ പറയാണ്, ഈ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അടി കിട്ടിയാലും കുഴപ്പമില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ, മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, യുവജനങ്ങളുടെ ആശങ്കകൾ എന്നിവയെ മുന്നിൽ നിർത്തി നിരവധി ഓൺലൈൻ കൂട്ടായ്മകൾ രൂപം കൊണ്ടിട്ടുണ്ട്. ചില കൂട്ടായ്മകൾ വിദ്യാഭ്യാസ രംഗത്തെ സുതാര്യത ആവശ്യപ്പെടുമ്പോൾ ചിലരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ ഏത് പ്രതിഷേധമാകട്ടെ അത് ഭരണഘടനാപരവും സമാധാനപരവുമായിരിക്കണം. എന്നാൽ സമരത്തിനിടെ ഉണ്ടായ ചില അക്രമങ്ങൾ അതൊരു അവകാശ പോരാട്ടമാണോ അതോ മറ്റെന്തോ ഗൂഢലക്ഷ്യത്തോടെയുള്ള സമരമാണോ എന്ന് ചിലരെങ്കിലും സന്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര നിരീക്ഷകനായ അഭിലാഷ് ജി രമേശ് പറഞ്ഞത് ഇങ്ങനെയാണ്. നീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യുവാക്കൾ നടത്തുന്ന സമരങ്ങൾ 100% നീതിപൂർവകമാണ്, അവരുടെ അധികാരമാണ്, അവരുടെ അവകാശം. പക്ഷെ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, ആ സമരത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി കയറിയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്രൂരവും ഹീനവുമായിട്ടുള്ള അക്രമങ്ങൾ, അതുപോലെ തന്നെ പൊതുമുതൽ തല്ലി തകർക്കലുകൾ, ഇല്ലാതാക്കലുകൾ, അവരൊക്കെ കാരണം ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന നാശനഷ്ടങ്ങൾ, അതുപോലെ പാർലമെന്റ് വിലയേറിയ സമയത്തെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും തകർക്കൽ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥികളല്ല. വിദ്യാർത്ഥികളെ ഞാൻ കുറ്റം പറയില്ല. കാരണം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും വ്യവസ്ഥാപിത സമ്പ്രദായങ്ങൾക്കെതിരെ നിൽക്കുക എന്നുള്ളതാണ് യുവത്വത്തിന്റെ ശീലം. പക്ഷേ അതിന്റെ പേരിൽ ആ സമരത്തിനകത്ത് കടന്നുകൂടി ആ സമരത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട്, ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ച് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പോലും രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നുള്ള ഗൂഢലക്ഷ്യവുമായിട്ട് ചെന്നിട്ട് സമരം നടത്തി അക്രമം അഴിച്ചുവിടുന്നതിന് നിശബ്ദ പിന്തുണ നൽകിയിട്ടുള്ള കക്ഷികൾ ഓരോരുത്തരും അതിന് മറുപടി പറയുക തന്നെ ചെയ്യും. അതിനുള്ള നടപടികൾ ഡൽഹി പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു ജന്തർ മന്ദറിലെ സമരങ്ങൾ. ജന്തർ മന്ദറിലെ സമാധാനമായിട്ട് പോയ സമരത്തെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒരു അജണ്ട ഉണ്ടാവുന്നു. ഈ അജണ്ട പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ രീതിയിൽ
ഉള്ള ഒരു സമരത്തിന്റെ ഈ പറയുന്ന രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന സംവിധാനം രാജ്യത്തിന്റെ തന്നെ പുരോഗതിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് തിരിച്ചറിയാൻ ബുദ്ധിയുള്ള ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരാരും തന്നെ ഈ പറയുന്ന അജണ്ടയെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഒരു കാര്യം, ഈ പറയുന്ന ജന്തർ മന്തറിൽ ഈ പോലീസുകാരെ ചവിട്ടിയിടുക, നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യാനുള്ള കാര്യം പറയുന്നത്, ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരുന്നത് പറയുന്നത്, സാക്ഷാത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പച്ചയ്ക്ക് അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതുപോലെ തന്നെ അയോധ്യയെ പറ്റി അപമാനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെയാണോ ഈ പറഞ്ഞ സമരത്തിന്റെ ലക്ഷ്യം? അപ്പോൾ യുവാക്കൾ ഉന്നയിച്ച സമരത്തെയും അതിന്റെ സാധ്യതകളെയും അട്ടിമറിക്കുവാൻ വേണ്ടി ആളുകൾ നടത്തിയിട്ടുള്ള ഈ ശ്രമം, പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന ഈ ശ്രമം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി എന്തൊക്കെ വെള്ളപൂശാൻ നോക്കിയാലും അതിന് യാതൊരു സംശയം വേണ്ട, അത് നടക്കും. പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു, വനിതാ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തു. 4 മാസം ഗർഭിണിയായ വനിതാ പോലീസിന്റെ വയറിലേക്ക് കല്ലെറിഞ്ഞു, പോലീസുകാരെ ക്രൂരമായി തല്ലിച്ചതച്ചു. സമരത്തിന് എന്തിനാണ് മഴുവും വടിവാളും എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് സമരത്തിന്റെ ദിശ മാറിയെന്ന് ആരോപിക്കുന്നവർ ഉന്നയിക്കുന്നത്. സമരക്കാരുടെ നീക്കങ്ങളെക്കുറിച്ച് ദില്ലി പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സമരത്തിനിടെ പ്രതിഷേധക്കാർ നടത്തിയ കല്ലേറിലും ആക്രമണങ്ങളിലും 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ചില റിപ്പോർട്ടുകളിൽ പരിക്കേറ്റ സുരക്ഷാ സേനാംഗങ്ങളുടെ എണ്ണം 118 വരെ എത്തിയതായി പറയുന്നുമുണ്ട്. 2 പോലീസ് ബസ്സുകൾ ആക്രമിക്കപ്പെടുകയും പോലീസ് വാഹനങ്ങൾക്കും പൊതുമുതലുകൾക്കും നാശനഷ്ടമുണ്ടാവുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. ജനപദ് മേഖലയിലെ ചില കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി പോലീസ് ആരോപിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നിരവധി പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ അതേസമയം പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമം തടയാൻ പോലീസ് ബാരിക്കേഡുകളും കണ്ണീർവാതകവും രൂക്ഷമായ ലാത്തിചാർജ് നടത്തി. പോലീസ് അതിക്രമങ്ങളിൽ നിരവധി പ്രതിഷേധക്കാരാണ് പരിക്കുപറ്റി ചികിത്സ തേടുന്നത്. CJP നേതൃത്വം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. പോലീസ് അനാവശ്യ ബലം പ്രയോഗിച്ചുവെന്നും പ്രവർത്തകനായ സോനം വാങ്ചുകിന്റെ ഭാര്യയെ പോലീസ് ആക്രമിച്ചുവെന്നും 12 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് തലയിൽ പരിക്കേറ്റുവെന്നും അവർ പറയുന്നു. കൂടാതെ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് സംഘടനയുടെ നിലപാട്. ഏതായാലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ നടപ്പിലാക്കിയ തരത്തിൽ സി ജനറേഷനെ കളത്തിലിറക്കി മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും പാറ്റകൾക്ക് പിന്നിൽ പതിയിരിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളാണെന്നുമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. അതിന് കാരണമായത് സമരത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളും അതോടൊപ്പം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഭരണത്തെ കലാപം നടത്തി അട്ടിമറിച്ചിട്ട ജമായത്തെ ഇസ്ലാമിയും ഖലിസ്ഥാൻ ഭീകരവാദി പന്നുവിനെ പോലെയുള്ളവരും പാകിസ്ഥാൻ ഹാൻഡിലുകളും ഈ സമരത്തെ പ്രത്യക്ഷമായി തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഖലിസ്ഥാൻ വിഘടനവാദികളുടെ നേതാവായ പന്നു പാറ്റകൾക്ക് ഇന്ത്യയെ അട്ടിമറിക്കാനുള്ള പാരിതോഷികമായി 10 കോടി രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പന്നു പരസ്യമായി 10 കോടിയുടെ കാര്യം പറഞ്ഞുവെങ്കിൽ പറയാതെ രഹസ്യമായി എത്ര കോടികൾ ഇവർക്ക് മറ്റ് രാജ്യവിരുദ്ധ ശക്തികൾ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് സമരത്തെ പ്രതികൂലിക്കുന്നവർ വാദങ്ങൾ ഉയർത്തുന്നത്. ഇതിൽ ഏറ്റവും കൗതുകമായത് വയനാട്ടിൽ നിന്ന് പാറ്റ സമരത്തിനെത്തിയ അലി അംജിദ് എന്ന ചെറുപ്പക്കാരൻ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തോട് പറഞ്ഞത്, ഞാൻ ഖുറാൻ വായിച്ചുവെന്നും ഖുറാനിലെ ദാബത്തൂർ അർദിൽ പറയുന്നത് അനുസരിച്ചാണ് പാറ്റകളുടെ സമരം ദില്ലിയിൽ നടക്കുന്നത് എന്നും അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എന്നുമായിരുന്നു. ദാബത്തൂർ എന്നാൽ ജീവി എന്നും അർദ് എന്നാൽ ഭൂമിയാണ് എന്നും ലോകാവസാനത്തോടടുത്ത് ഭൂമിയിൽ നിന്ന് കരേറി വരുന്ന ഒരു പ്രത്യേക ജീവിയുണ്ട് എന്നും ആ ജീവി പാറ്റയാണെന്നും ആയിരിക്കാം അലി അംജിത്ത് ഉദ്ദേശിച്ചത്. ഏതായാലും വോട്ടിലൂടെ ജനം തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ വോട്ടിലൂടെ തന്നെ താഴെയിറക്കാൻ സാധിക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലുള്ളത്. അതിനു പകരം വിദ്യാർത്ഥികളുടെ ന്യായമായ പ്രക്ഷോഭത്തെ കലാപമാക്കി മാറ്റുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ജോൺസൺ കൊച്ചുവർമ്മൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അവിടെ എത്തപ്പെട്ടവര് കുട്ടികളുണ്ട്, കുട്ടികളുടെ പ്രതിനിധികളുണ്ട്, ആ വിഷയത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്. കേരളത്തിൽ നടക്കാൻ പോയിട്ടുള്ള കുട്ടികൾ ആ വിഷയത്തെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് രാജ്യവിരുദ്ധ നിലപാടുള്ളവരുണ്ട്, ഇതിനൊരു സംശയമില്ല. ഇതൊന്നും എഡിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ AI വരുന്ന ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലേ? അവർ പങ്കെടുത്തവർ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുടക്കിയിട്ടില്ലേ? പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ആഘോഷിച്ചിട്ടില്ലേ? സമരങ്ങളിലും മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നിയന്ത്രണം വിട്ട ഒരു ആൾക്കൂട്ടത്തെ കൊണ്ടുവന്ന് രാജ്യ തലസ്ഥാനം സമീപിച്ചാൽ അവിടെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ പറഞ്ഞത് പോലീസ് നടപടി കടുത്തുപോയി എന്നുള്ള വസ്തുതയാണ്. ആ കുട്ടികൾക്ക് തല്ലി കിട്ടിയാൽ നമുക്ക് അതിന് വേദനയുണ്ട്. പക്ഷെ ഇതിനും വലിയ അക്രമത്തിലേക്ക് ചിലപ്പോൾ പോലീസ് പോകും. കാരണം രാജ്യത്തിന്റെ തലസ്ഥാനമാണ്, പോലീസ് നടപടികൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ ആൾമരം വീണിട്ട് പരിക്ക് പറ്റിയെന്ന് പറയരുത്. പോലീസ് തല്ലിയാൽ പരിക്ക് പറ്റിയാലും അത് ആൾമരം വീണിട്ട് പരിക്ക് പറ്റിയതായ രീതിയിലൊക്കെ പരിഗണിച്ചാൽ മതി.
ഈ സമരത്തിന്റെ ആവശ്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. സമരത്തിന്റെ ശൈലിയെ നമുക്ക് ഒരു രീതിയിലും ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ ജനാധിപത്യ ബോധമുള്ള ഒരാളെന്ന നിലയിൽ നമുക്ക് പിന്തുണയ്ക്കാനാവില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവ് വീഡിയോയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ചോദ്യപേപ്പർ ചോർച്ച എന്നത് കേവലം ഒരു ചെറിയ വീഴ്ചയല്ല എന്നും അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രതീക്ഷകളെ തകർക്കുന്ന കടുത്ത അനീതിയാണ് എന്നും തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നും ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ 2.5 മാസമായി കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടന്ന് കുറ്റക്കാർക്കെതിരെ ഉടനടി നടപടിയെടുക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും വിദ്യാർത്ഥികളുടെ ഒരു അക്കാദമിക് വർഷം പോലും നഷ്ടപ്പെടരുത് എന്നതായിരുന്നു ഞങ്ങൾ മുൻഗണന നൽകിയത് എന്നുമായിരുന്നു. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का 1 वर्ष बर्बाद न हो. तत्काल परीक्षाएं लेना बहुत जरूरी था. सरकार ने अभी पूरी शक्ति का उपयोग करके कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाएं, इसका प्रबंध किया. और अभी 5-6 दिन पहले 19 तारीख को रिजल्ट भी आ गया और देश भर में उत्तीर्ण हो गए विद्यार्थियों की खुशियों की खबरें भी आ रही है. लेकिन हम वहां पर संतोष मानने वाले लोगों में से नहीं है और इसलिए मैंने आज फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे. आज विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कल कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളോട് വിയോജിക്കാനും ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ച് സമാധാനപരമായി പ്രതിഷേധിക്കാനും ഓരോ പൗരനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമുണ്ട്. അത് അനേക വിദ്യാർത്ഥികളുടെ നീറ്റലായി മാറിയ നീറ്റ് വിഷയത്തിലും ഉത്തരവാദിത്തപരമായി ഉപയോഗിക്കപ്പെടുക തന്നെ ചെയ്യണം. അതേസമയം പൊതുമുതൽ നശിപ്പിക്കുകയോ അക്രമം പ്രോത്സാഹിപ്പിക്കുകയോ രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് പ്രതിഷേധം വഴിമാറുകയോ ചെയ്യരുത്. ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രതിഷേധം രാജ്യത്തിന് നല്ല ഫലങ്ങൾ തന്നെയാണ് സമ്മാനിക്കുക. അവകാശബോധങ്ങളും കടമകളും ഒരുപോലെ മാനിക്കുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. അതിനാൽ സമരം അതിന്റെ ന്യായമായ ലക്ഷ്യങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ചിദ്രശക്തികൾ സമരത്തിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാനുള്ള തീവ്ര ജാഗ്രത ഭരണകൂടം പുലർത്തുകയും ചെയ്യട്ടെ. പശ്ചിമേഷ്യയെ നടുക്കുന്ന ഇറാൻ അമേരിക്ക സൈനിക സംഘർഷത്തിന്റെ 2ാം ഘട്ടം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കെ ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തമായ സൈനിക നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വ്യോമാക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണികൾ, ആഗോള എണ്ണവിലയിലെ കുതിപ്പ്, ഗൾഫ് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ ഇതെല്ലാം ചേർന്ന് പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണെന്ന് ആരോപിക്കുന്ന ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ സൈനിക ശേഷി തകർക്കുക എന്നതാണ്. ഇറാന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പുതിയ ആക്രമണ പരമ്പര ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 55 പേർ കൊല്ലപ്പെടുകയും 229 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ ഇടയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിവിലിയൻ കപ്പലുകൾക്കും അന്താരാഷ്ട്ര വ്യാപാര പാതകൾക്കും നേരെയുള്ള ഇറാന്റെ ഭീഷണികൾ അവസാനിക്കുന്നതുവരെ സൈനിക നടപടി തുടരും എന്നാണ് US സെൻട്രൽ കമാൻഡ് പുറത്തിറക്കിയ പ്രസ്താവനയിലെ നിർണായകമായ സന്ദേശം. ഇത് സംഘർഷം ഉടൻ അവസാനിക്കില്ല എന്ന സൂചനയായാണ് നിരീക്ഷകർ കാണുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള വൻ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നും തീരുമാനത്തിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയ ട്രംപ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് സമയമില്ല എന്നും ഇറാൻ കൂടുതൽ ശക്തമായ പ്രഹരമാണ് അർഹിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അതിന്റെ നഷ്ടപരിഹാരം അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ വിദേശ ഫണ്ടിൽ നിന്ന് ഈടാക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കെ അത് സാമ്പത്തിക സമ്മർദ്ദവും സൈനിക സമ്മർദ്ദവും ഒരുമിച്ച് വർദ്ധിപ്പിക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ചർച്ചകളിൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും കരാറിലെത്താൻ ആവശ്യമായ തയ്യാറെടുപ്പ് ഇതുവരെ കാണിക്കുന്നില്ല എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി.
ഇതിനിടെ ഇറാന്റെ കണ്ണിന് പകരം കണ്ണ് എന്ന പ്രസ്താവനയ്ക്ക് കണ്ണിന് പകരം തല എന്നാണ് അമേരിക്ക മറുപടി നൽകിയത്. കൂടാതെ ഹൊർമൂസിൽ ആക്രമിക്കപ്പെടുന്ന ഓരോ കപ്പലിനും പകരം ഇറാന്റെ ഓരോ പാലമോ പവർ പ്ലാന്റോ തകർക്കുമെന്ന് ട്രംപിന്റെ ഭീഷണിയുമുണ്ട്. കടുത്ത നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. യുദ്ധത്തിന്റെ പ്രത്യാഘാതം യുദ്ധഭൂമിയിൽ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയിലും പ്രകടമായി തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നിരിക്കുകയാണ്. മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. എണ്ണവിലയിലെ ഈ കുതിപ്പ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ചെങ്കടലിലും സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. യമനിലെ ഹൂത്തി വിമതർ സൗദി അറേബ്യയുടെ എണ്ണക്കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. ലോകത്തെ സമുദ്രമാർഗമുള്ള എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഹൊർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഈ രണ്ട് പ്രധാന പാതകളും ഒരേ സമയം ഭീഷണിയിലാകുന്നത് ആഗോള ഇന്ധന വിപണിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാണ്. ഗൾഫ് മേഖലയിലും സംഘർഷത്തിന്റെ പ്രതിഫലനം പ്രകടമാണ്. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാനിയൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ മറ്റൊരു സംഘർഷ കേന്ദ്രമായ ജെറുസലേമിലും സാഹചര്യം വഷളാവുകയാണ്. തുടരുന്ന ഈ സൈനിക ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്കാണ് നയിക്കുന്നത്. നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കെ അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുകളും ഇറാന്റെ തിരിച്ചടികളും സാഹചര്യം കൂടുതൽ ആപൽക്കരമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ അതോ നയതന്ത്ര ഇടപെടലിലൂടെ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമോ എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ എത്രയും വേഗം സമാധാനം സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.